Hi, my people. Welcome to Randomly Regina. ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വൺ വിൽ സെൻഡ് മീ എ മെയിൽ. ഓക്കെ, ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇല്ലാതെ തന്നെ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവരും, പക്ഷേ ഒരു മെയിൽ എനിക്ക് വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഫസ്റ്റ് ഞാൻ മെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് അയച്ചതായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി അറിയാത്തൊരു വ്യക്തിയാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. സോ ഐ ആം വെരി എക്സൈറ്റഡ് ടു ഡു ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും നോ പറയേണ്ട ഒരു സിറ്റുവേഷനിൽ യെസ് പറയേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ ആ യെസ് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തേക്ക് ഫ്രസ്ട്രേഷനും റിഗ്രറ്റും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ടോ? അതായത് ലൈഫിൽ നോ പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ നോ പറയാൻ ബുദ്ധിമുട്ടുന്നതെന്ന് അറിയാം? അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വയ്യ, അല്ല അവരെ നിരാശപ്പെടുത്താൻ വയ്യ. അത് നമുക്കൊരു വിഷമം, കാരണം നമ്മൾ നല്ല മനുഷ്യരായതുകൊണ്ടാണ് നമുക്കത് വിഷമമാകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. ഇപ്പം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, അതാണ് നമ്മളെ അടുത്ത ചിന്ത. പിന്നെ വരുന്നത് നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നോക്കും. അതാണ് മൂന്നാമത്തെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു ദയ അല്ലെ കൈൻഡ്നെസ് എന്ന് പറയുന്ന എല്ലാവരുടെ അടുത്തും യെസ് പറയലാണ്. അതായത് നമ്മളെ വേദനിപ്പിച്ചാലും സാരമില്ല, മറ്റുള്ളവരെ സന്തോഷിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ത്യാഗം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ ഈ എല്ലാവരോടും കയറി യെസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? മെയിനായിട്ട് നമ്മളെ മനസ്സമാധാനം പോകും. രണ്ട്, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമ്മുടെ മാനസികാരോഗ്യത്തിനെ ഇത് ബാധിക്കും. പിന്നെ നമ്മളെ ടൈമാണ് പോകുന്നത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകും, നമ്മളത് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാകും. ആ ലക്ഷ്യം നടക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡിസിപ്ലിൻ എന്ത് ചെയ്യും? ബ്രേക്ക് ആവും, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്നിട്ട് നമ്മളെ ഒരു എന്താ പറയുക ത്യജിക്കുന്ന പോലെയാവും. അതായത് മറ്റുള്ളവരെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് സ്വയം ഡിസ്കംഫർട്ട് എടുക്കുന്ന ഒരു അവസ്ഥയാവും നമുക്ക് എല്ലാത്തിനോട് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ നോ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളൊരു മോശം ആളുകളൊന്നും ആവില്ല. കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുന്നത്, അല്ലാതെ നമ്മളൊരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളെ എക്സാമോ അല്ലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പം ആ ഇവൻ്റ് ഉള്ള സമയത്ത് നിങ്ങളെ ഫ്രണ്ടോ അല്ല നിങ്ങളെ റിലേറ്റീവോ ആരെങ്കിലും നിങ്ങളെ വേറൊരു കാര്യത്തിന് വിളിക്കുന്നു. അപ്പം നിങ്ങൾക്കത് നോ പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റും ഈ ഒരു കാര്യമായിരിക്കും. എക്സാമോ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് മറ്റേ ഓപ്പോസിറ്റുള്ള ആളെ എന്താ പറയുക ഒരു നിരാശപ്പെടുത്താൻ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? സ്വയം പരിത്യജിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യവും വരും, എന്നാൽ അത് പ്രകടിപ്പിക്കാനും പറ്റില്ല. ലൈഫിലൊരു ഫ്രസ്ട്രേഷൻ വരും, അത് ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല. രാത്രി ഉറങ്ങുമൊക്കെ വിചാരിക്കും, ഞാൻ നോ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ ഇങ്ങനെ ആയേനെ എന്നുള്ള ചിന്ത വന്ന് മൊത്തത്തിൽ ഒരു മാനസികാരോഗ്യം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരും. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ, ഞാനിപ്പം നല്ല ഡയറ്റ് കീപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും. ചില സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്യും. ബട്ട് ചില സമയത്ത് ഇന്ന് ഞാൻ പുറത്തൊക്കെ പോയി എനിക്ക് തോന്നിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് എനിക്ക് ഇവിടെ ഒരു പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ പാർട്ടിയുള്ള സമയത്ത് എനിക്ക് ഞാൻ പുറത്തുനിന്ന് എൻജോയ് ചെയ്ത് കഴിച്ച സാധനം ആ പാർട്ടിയിലുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഓൾറെഡി എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഇത്രയും കലോറി കയറിയിട്ടുണ്ട്, ഇനി ഞാനത് കുറക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയും കുത്തിക്കയറാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന സമയത്ത് നോ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ബട്ട് ഞാൻ നോ പറയും. കാരണം ഞാൻ പറയും എനിക്കില്ല, ഞാൻ ഡയറ്റിലാണ്. അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ഷുഗറൊന്നും കഴിക്കില്ല, എൻ്റെ ഫുഡ് ഹാബിറ്റ് ഇങ്ങനെയല്ല, ഞാൻ ഇതാക്കുള്ളൂ. അല്ലെങ്കിൽ ഡ്രിങ്ക് ഓഫർ ചെയ്താൽ നോ പറയും. കാരണം എനിക്കത് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു നോ പറയാൻ വേണ്ടിയിട്ട്, ഞാൻ എങ്ങനെ പറയും എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു. കാരണം എനിക്ക് അവരുടെ അടുത്ത് നോ പറയാതിരിക്കുമ്പോൾ എനിക്കെന്താ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആ സാധനം മൊത്തം കയറ്റി എനിക്ക് രാത്രി ദേഷ്യവും വരും, ഉറങ്ങാനും പറ്റില്ല. എന്തിനായി അനാവശ്യമായിട്ട് ഭക്ഷണം കഴിച്ചത്? പിറ്റേന്ന് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യാനൊക്കെ തോന്നും. കാരണം ഇത്രയും കഴിച്ചല്ലേ, കലോറി ബേൺ ആവണ്ടേ. അങ്ങനെയുള്ള ഒരു ഫ്രസ്ട്രേഷനിലൊക്കെ എന്തിനു പോകേണ്ട ആവശ്യം? ഞാനത് നോ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഐ ലേൺ ടു സേ നോ. അപ്പോൾ ഞാനിപ്പോൾ അത് പറയും. കാരണം ഞാൻ എന്നെ ചൂസ് ചെയ്തു. കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്തും എൻ്റെ ഒരു എന്താ പറയുക പ്രോഗ്രസ്സാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഈ പറഞ്ഞ പാർട്ടിയോ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. സോ ഞാനത് ലേൺ ചെയ്ത കാര്യമാണ്. ഇതിലെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്നാണ് ഈ വിവാഹം, ജോലി എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നോ പറയാൻ പഠിക്കാത്ത ആൾക്കാർ. അതെനിക്ക് അവരെ ആ ഒരു മൈൻഡ് സെറ്റ് എന്നാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ്. കാരണം നമ്മളെ ലൈഫിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാരേജ്, ഈ ജോബ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളെ പേരൻസ് അത് ഡെഫിനറ്റ്ലി നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ സ്നേഹിക്കുകയൊക്കെ വേണം. പക്ഷേ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരു ഇഷ്ടമില്ലാത്തൊരു മാരേജിന് യെസ് പറയുക, അല്ല അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിച്ച ഒരു ജോലി അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. കാരണം നമുക്കത് താല്പര്യം ഉണ്ടാവില്ല. ഡെയിലി നമുക്ക് ആ ജോബ് ചെയ്യുന്നത് വഴി ഫ്രസ്ട്രേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജോലി ചെയ്യുക, അതൊക്കെ ഭയങ്കര ഒരു
നമ്മളോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പേരൻസിനോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെ അവരുടെ അടുത്തുള്ള ഒരു ബഹുമാനത്തിൻ്റെ പേരിൽ നമ്മളൊരിക്കലും നമ്മളെ ജീവിതം ത്യജിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾക്ക് ഡെയിലി ഫ്രസ്ട്രേഷനാണ് അല്ലേ? ആ ഫ്രസ്ട്രേഷൻ കാരണം നിങ്ങൾക്ക് ലൈഫിൻ്റെ കൂടെ മടുപ്പാണ്. അപ്പോൾ ആ ഫ്രസ്ട്രേഷനും മടുപ്പൊക്കെ നിങ്ങൾക്ക് പാരൻസിന് വീതം വെച്ച് കൊടുക്കാൻ പറ്റുമോ? അല്ലേ നിങ്ങൾ ഈ പറയുന്ന ആരാണെന്ന് വെച്ചാൽ അവർക്ക് വീതം വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണ്ടേ? ഇപ്പം നമ്മൾ മാരേജ് ലൈഫിലേക്ക് വരുമ്പോഴും സെയിം ആണ്. അതായത് നിങ്ങൾ ആ വ്യക്തിനെ കല്യാണം കഴിച്ച് പോകുന്നവരെല്ലാവരും കൂടെ കാണും. കഴിച്ച് ആ വ്യക്തിയോട് ജീവിക്കുമ്പോൾ ഉള്ള എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. വേദന ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, അതും നിങ്ങൾക്ക് പകുത്തിട്ട് ഈ പാരൻസിനും ആർക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലെങ്കിലും നമ്മൾ നോ പറയാൻ പഠിക്കണം. താല്പര്യമില്ലാത്തൊരു മാരേജ് ആണെങ്കിൽ നോ പറയണം. താല്പര്യമില്ലാത്തൊരു ജോലിയാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയണം. കാരണം നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ പാരൻസ് കാണില്ല, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം. ആ സമയത്ത് നമുക്ക് ഇതൊരു ജീവിച്ച് നമുക്ക് ഈ ജീവിതത്തിനോട് പ്രത്യേകിച്ച് ഒരു വലിയ താല്പര്യമില്ലാതായി പോകും. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ജീവിതം ജീവിക്കേണ്ട ആവശ്യം? അതും മറ്റുള്ളവരുടെ അടുത്ത് നോ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പേരൻസാണ്, നമ്മളങ്ങനെ നോ പറഞ്ഞുകൊണ്ട് നമ്മളൊരു മോശം മക്കളോ അല്ല എന്താ പറയുക ബഹുമാനമില്ലാത്ത കുട്ടികളോ അങ്ങനെയൊന്നും ആയി പോകത്തില്ല. കാരണം നമ്മളെ ചൂസ് ചെയ്യാൻ പഠിക്കണം. എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് പേരൻസ് ആണെങ്കിലും നമ്മളെ സിബ്ലിങ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ ചൂസ് ചെയ്യാൻ പഠിക്കണം. ലൈഫിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ എത്രത്തോളം ആരോഗ്യപരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ബോഡിക്ക് മോശമാകുന്നുള്ളൊരു ഭക്ഷണം, അത് പഴകിയ ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെ അതിലെന്തെങ്കിലും ഒരു വിഷം എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും, എന്തോ ആയിക്കോട്ടെ, ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി സിക്കാവുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ ഭക്ഷണം കഴിക്കില്ല. കാരണം നമുക്കറിയാതെ കഴിച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഭയങ്കര ബോഡിക്ക് പ്രശ്നം വരും. അതേ ഇമ്പോർട്ടൻസ്, അതായത് ഭക്ഷണം വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടല്ലോ ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടുള്ള അതേ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ മാനസികാരോഗ്യത്തിന് നൽകണം. അതായത് നമ്മൾ ശാരീരികമായിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അത് കഴിച്ച് കഴിഞ്ഞാൽ മോശമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇന്നേ വ്യക്തി അല്ലെ ഇന്നേ സാഹചര്യത്തിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്നേ വ്യക്തിക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ബൗണ്ടറി വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ആ ബൗണ്ടറി നമ്മൾ വരച്ചില്ലെങ്കിൽ നമ്മൾ മെൻ്റലി സിക്കാവും ഇല്ലേ? നമ്മൾ ഫിസിക്കലി സിക്കാവുന്ന പോലെ തന്നെ മെൻ്റലി സിക്കാവും. എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് സ്വയം നമ്മൾ വേദനിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ലേൺ ചെയ്യണം. അതായത് ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുക. ആ ഹെൽത്തി ബൗണ്ടറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ നോ പറയാന്നുള്ളൊരു സാധനം. എന്നാലും എല്ലാത്തിനും കാര്യം നോ പറയാനല്ല, പക്ഷേ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ ഡിസ്കംഫേർട്ട് ആക്കിയിട്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനോ അല്ലെ അവരെ കംഫേർട്ട് ആക്കാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഇത്തരത്തിൽ നമ്മൾ നോ പറയുന്നതുകൊണ്ടോ അല്ലെ ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ടോ നമ്മളടുത്ത് ദേഷ്യമൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ വ്യക്തി ഒരിക്കലും നമ്മുടെ നല്ലത് ആഗ്രഹിച്ച് നമ്മളെ കൂടെ ഉള്ളവരല്ല. അവർക്ക് നമ്മളെ പല കാര്യങ്ങൾക്ക് യൂസ് ഉണ്ടാവുമായിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഉപയോഗം ഇനി നമ്മളടുത്ത് കിട്ടില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആകുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ആൾ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് വാതിൽ ഓർന്ന് കൊടുത്തിട്ട് ഇതാ ഈ വഴി പോയിക്കോ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെയുള്ള നമ്മൾ നോ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത അല്ലെ നമ്മൾ യൂസ് ചെയ്യാൻ മാത്രം കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ലൈഫിൽ ആവശ്യമില്ല. ഒറ്റക്കായാലും പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാതിരിക്കുന്നതാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലത്. നിങ്ങൾ സ്വയം ത്യജിച്ചുകൊണ്ട് ഒരിക്കലും എന്താ പറയുക സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഒന്നും നേടാതിരിക്കുക. കാരണം അതൊന്നും നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് തരില്ല. നമ്മളെ ത്യജിച്ചിട്ടാണ് നമ്മളത് നേടിയെടുക്കുന്നത്. അപ്പം ഈ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ നോ പറയുക വഴി ശരിക്കും പറഞ്ഞാൽ നമ്മളെ അടുത്ത് യെസ് പറയുകയാണ് ചെയ്യുന്നത് ഇല്ലേ? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈഫിൽ, നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നോക്കാൻ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതായത് നിങ്ങൾ എത്രത്തോളം കാലം അല്ലെ എത്ര കാലത്തോളം നിങ്ങൾ ഈ എന്താ പറയുക നോ പറയാൻ ബുദ്ധിമുട്ടുന്നോ അത്രയും കാലത്തോളം നിങ്ങൾ ഈ യെസ് പറഞ്ഞതിൻ്റെ പേരിൽ വേദനിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളത് പഠിക്കുന്നവരെ നിങ്ങൾ ഈ യെസ് പറഞ്ഞത് ആലോചിച്ചിട്ട് വേദനിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ തന്നെ നമ്മളെ ചൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി. അവിടെ ഈ ശരിക്കും ഞാനിങ്ങനെ നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാത്തിനും കാര്യം നോ പറയാം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ ഡിസ്കംഫേർട്ട് ആക്കുന്ന അല്ലെ നമ്മളെ വേദനിപ്പിക്കുന്ന നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നോ പറയാൻ പഠിക്കുക. അല്ലാണ്ട് എല്ലാത്തിനും കാര്യം ഒരാളടുത്ത് റൂഡായിട്ടില്ല എനിക്ക് പറ്റില്ല അങ്ങനെ പെരുമാറാനല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരുടെ അടുത്തും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആ ഒരു കൈൻഡ്നെസ്സോടു കൂടി തന്നെ നമ്മൾ നോ പറയണം. ഓക്കെ, ആ ഒരു സാധനമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലേൺ ചെയ്യാൻ പഠിക്കുന്നത്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. സോ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. സോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ദിസ് ഈസ് റിഗിന സൈനിങ് ഓഫ്.